سبحان الله. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. نون والقلم وما يسطرون. ما أنت بنعمة ربك بمجنون وإن لك لأجرا غير ممنون وإنك لعلى خلق عظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. فاتقوا الله عباد الله. സഹോദര സഹോദരിമാരെ, സർവലോക സൃഷ്ടാവായി സർവലോകത്തെയും പടച്ച് നിയന്ത്രിക്കുന്നതായ പടച്ച റബ്ബുടെ എല്ലാ സന്ദർഭത്തിലും ഓർത്തിട്ട് തഖ്വത്തോടുകൂടെ ജീവിക്കണോ, അതുപോലെ അമലാക്കുന്ന ചെന്നിട്ട് തന്റെ കൂടെ അതേപോലെ നിങ്ങളെ ഓരോരുത്തരുണ്ടെന്നാണ് വസിയത്താക്കേണ്ടുള്ള ഉപദേശാക്കേണ്ടുള്ള. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. സഹോദര സഹോദരിമാർ, ഈ ലോകത്ത് വന്ന് സർവ നബിമാർക്കും നേതാവായിട്ടല്ലേ ഞങ്ങൾ അവസാനം വന്നേ ഖാതിമുൻ നബിയീൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയെ പറ്റി തന്നെ അറിയണു,
ആ നബിനെ പറ്റി നമ്മൾ മനസ്സിലാക്കും. മുഹമ്മദ് നബിയെ അരിയണു ചൊന്നിട്ടുള്ള സബ്ജക്റ്റ് ആയിട്ട് ഇക്കടിൻ്റെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല ഉത്കൃഷ്ടമായ ഒരു സ്വഭാവത്തെ മേലായിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പരിശുദ്ധമായ ഖുർആൻ നബിയുടെ സ്വഭാവത്തെ പറ്റി വായിച്ചിട്ട് ചൊന്നു. ആ നബിയെ എങ്ങനെ അറിയണു? നബി ചൊന്നുക ആര്? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാട്ടി തന്നെ മാർഗം ഏത്? ആ മാർഗത്തെ ഞങ്ങൾ എങ്ങനെ പിൻപറ്റി ഞങ്ങൾ ജീവിക്കണോ? ഇത് പ്രതിയൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടായിട്ടിക്കണോ അമലാക്കുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുയുടെ റസൂലായിട്ടിക്കട് അവസാനം വന്ന റസൂൽ ആദം നബി അലൈഹിസ്സലാമിനെ പിടിച്ചിട്ട് അവസാനം വന്ന് ലാസ്റ്റ് വന്ന എല്ലാ നബിമാരെയും ഒരു നേതാവായിട്ടിക്കട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയിട്ടിക്കടെ തറബേത്തിയാക്കിയത് മാത്രമല്ല എല്ലാരെ കാട്ടിയാറ് ശ്രേഷ്ഠവും ഒരു ഉത്കൃഷ്ടമായ മാതൃകയായിട്ട് കാട്ടി നിന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നബിയെ സംസ്കരിച്ചിട്ടെടുത്തതാണ്. ആ നബിയുടെ സ്വഭാവം എങ്ങനെ ഉണ്ടോ അതേ സ്വഭാവമായിട്ടിക്കണോ ആ നബിയുടെ ഉമ്മത്തിമാരായ ഞങ്ങളെ സ്വഭാവം. നിങ്ങൾക്ക് മാതൃകയായിട്ടുള്ളത് ആ നബി മാത്രമായിട്ടിക്കണം. ആ നബിയുടെ സ്വഭാവത്തായിട്ട് ഞങ്ങ എടുക്കവുള്ളതും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് കാട്ടി തന്നിട്ടുള്ളേ ഏത് മാർഗം ഉണ്ടാ ആ മാർഗത്തെ പിൻപറ്റി ജീവിക്കണമെന്നുണ്ടായ മാത്രമേ അവിടെ യഥാർത്ഥമായ മോമിനാവുകയുള്ളൂ. അള്ളാഹുയുടെ ദീനില് ഒരുപാട് വിദഗ്ധർ ഉണ്ടാക്കിയിട്ട് അള്ളാഹുയുടെ ദീനിന് ഇതായിട്ട് ദീന് ചെന്നിട്ട് ആൾമാരെ തെരുത്തപ്പെട്ടതായ ചില മനുഷ്യന്മാരുള്ളൂ, ചില ഞങ്ങളുടെ സഹോദരന്മാരുള്ളൂ. ഇങ്ങനെ പറ്റി ഞങ്ങൾ ഭാര്യ ജാഗ്രത ആക്കൊണ്ടായിരിക്കും. കാരണം ഏത് അള്ളാഹുയുടെ ആ പരിശുദ്ധമായ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസ് പോലും പഠിപ്പാട്ടി കൊടുത്തിരിക്കുമ്പോൾ അതിനെ പച്ചയായിട്ട് കണ്ടിട്ട് പോലും അള്ളാഹുയുടെ ദീനിൽ പുതിയതായിട്ടുള്ള നവീനാചാര അതിൽ കൂട്ടിയോട്ട് പോകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹിദായത്ത് കൊടുക്കണ്ടിട്ടുള്ള മാത്രം പ്രാർത്ഥന മാത്രമായിട്ട് കിടന്നാലും പഠിച്ച റബ്ബ് നമുക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മഹോന്നതമായ ഒരു സ്വഭാവത്തെ മേലായിട്ട് ചെന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പരിശുദ്ധമായ ഖുർആനിലെ നമുക്ക് പഠിപ്പാടി തന്നതായിട്ട് അതായിട്ട് ഇപ്പോ ഓതി വെച്ച ആയത്ത് നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെ പറ്റിട്ട് അതാ സത്യം പിടിച്ചിട്ട് ചൊല്ലത് ഏതിലെ നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ ലേഖനി അതായത് പെണ്ണ് അതിലെ എഴുതുരങ്ങളെ മേലെ തന്നെ സത്യം. അതിലെ മേലെ എഴുതുരങ്ങളെ മേലെ ആ പെണ്ണും അതിലെ മേലെ എഴുതുരങ്ങളെ മേലെ സത്യം പിടിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലത് എന്തേ മാ അന്ത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. തന്റെ റബ്ബുടെ അനുഗ്രഹം കൊണ്ടിട്ട് നിങ്ങൾ മതിഭ്രാന്തരല്ല. അല്ലെ ശത്രുമാർ അള്ളാന്റെ റസൂലിലെ ഭ്രാന്തന് മജ്നൂൻ ഇതുപോലത്തെ വിളിച്ചോണ്ടിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെ സമാധാനാക്കട്ടെ. അള്ളാന്റെ റസൂലിലെ ചൊല്ലുന്ന മാ അന്ത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. തന്റെ റബ്ബുടെ അനുഗ്രഹം കൊണ്ടിട്ട് നിങ്ങൾ മതിഭ്രാന്തരല്ല, മാനസിക രോഗിയല്ല. ചെന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലതേ വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ. ഖണ്ഡിതമായിട്ട് നിങ്ങൾക്ക് ഒരു അവസാനമില്ലാത്ത പ്രതിഫലമുണ്ട്. ഒരു ലാസ്റ്റ് ഇല്ലാത്ത ഒരു കൊനയില്ലാത്ത പ്രതിഫലം നിങ്ങൾക്കുണ്ട്. റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ല. എന്നിട്ട് അല്ലാഹു ചൊല്ലേ വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. നബിയെ ഖണ്ഡിതമായിട്ട് നിങ്ങൾ സർവശ്രേഷ്ഠമായ സ്വഭാവത്തിലായിട്ട് ഇക്കടരേ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖലമിൽ വന്നിട്ട് പിടിച്ചിരുന്ന നാളത്തെ ആയത്തിലായിട്ട് ഇക്കട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പാട്ടി തന്നത്.
അപ്പൊ ആ നബിയുടെ സ്വഭാവം നമ്മൾ വിപ്പറ്റി നമ്മൾ ജീവിക്കുന്നതായിട്ട് ആ നബി കാട്ടി തന്നെ മാർഗം ആ നബിയുടെ സ്വഭാവ ആ നബിയുടെ ഉമ്മത്തിമാരായ ഞങ്ങളുടെ വേനോ അള്ളാഹുടെ ദീനിലെ വിദ്യാർത്ഥികൾ ഉണ്ടാക്കുന്ന പുതിയ പുതിയ നവീനാചാരത്തെല്ലാം കൊണ്ടുവന്നിട്ട് ആ അള്ളാഹുടെ ദീനിലെ കലങ്കാക്കളെ ആളുമാറ് അങ്ങ് ആ റസൂലിന്റെ സ്വഭാവം സ്വീകരിച്ചിട്ടില്ല എവിടത്തോളം ചെന്നിട്ടായെങ്കിൽ ആ റസൂലിന്റെ ആ ദൗത്യ നിറവേറിട്ടില്ല ചെന്നിട്ട് അതില് ചൊല്ലിയുടെ ആൾമാരായിട്ട് കിടക്കുക. കാരണം വിദ്യാർത്ഥി ഉണ്ടാക്കുന്ന അങ്ങനെ അവസ്ഥ അതായിട്ട് കിട അള്ളാഹുടെ ദീനിലെ വിദ്യാർത്ഥി ഉണ്ടാക്കണമെന്ന് അള്ളാഹുന്റെ റസൂൽ അങ്ങനെന്താക്കല്ലേ സ്വീകരിക്കല് ചെന്നിട്ട് അർത്ഥമായിട്ട് കിട അത്ര വലിയ ഡേഞ്ചർ ആയിട്ട് വിദ്യാർത്ഥി ചൊല്ലിയത് അള്ളാഹുടെ ദീനിലെ പുതിയത് കൊണ്ടുപോകേണ്ടത് അല്ലേ? അള്ളാഹുടെ ദീനിൽ അള്ളാഹുന്റെ റസൂൽ കൊണ്ടില്ലാത്ത ഒന്നിനെ ആറ് ഉണ്ടാക്കിട്ട് ചൊല്ലണ അവന് നരകത്തിലുള്ള സീറ്റ് ബുക്കാക്കിട്ട് ചെന്നിട്ടായിട്ട് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നിട്ട് ആയിഷ റളിയല്ലാഹു റിപ്പോർട്ട് ആക്കണ ഹദീസ് നബിയുടെ മേലെ കളവ് ഉണ്ടാക്കിയിട്ട് ഇത് അള്ളാഹുടെ ദീന് ഇത് അള്ളാഹുടെ ദീന് ചെന്നിട്ട് അള്ളാഹുടെ ദീനിൽ പുതിയതായിട്ടുള്ള ഓരോന്ന് കൂട്ടിച്ചേർത്തോണ്ടുള്ള അള്ളാഹു നമുക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. അത്ര മാത്രം നമ്മൾ പ്രാർത്ഥിക്കുള്ളതായിട്ട്. മാത്രമല്ല ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ വിഷയം കേട്ടപ്പോ ആര് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായിട്ടുള്ള ആയിഷ റളിയല്ലാഹു അൻഹ നബിയുടെ സ്വഭാവം എങ്ങനെ ചെന്നപ്പ എങ്ങനെ കേട്ടപ്പ ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലേ കാന ഖുലുഖുൽ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഖുർആനായിട്ടിക്കടേ നബിയുടെ സ്വഭാവ ഖുർആനായിട്ടിക്കടേ അല്ലേ? അപ്പൊ ഖുർആനിൽ നമുക്ക് എന്തിനവിടെ പഠിപ്പാട്ടിട്ടുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എങ്ങനെ പഠിപ്പാടി തന്നത് അതേ സ്വീകരിച്ചിട്ടുള്ള ആ സ്വഭാവ അള്ളാഹുന്റെ റസൂലിന്റെ സ്വഭാവം ഞങ്ങൾ അതുപോലെ ആയിട്ടിക്കണോ? ഞങ്ങൾ അതുപോലെ അതേ ആ റസൂലിനെ പിൻപറ്റി ജീവിക്കണം. ആ റസൂലിന്റെ ഉമ്മത്തിമാർ യഥാർത്ഥ ഉമ്മത്തിമാർ ആവറുണ്ടായെങ്കിലേ ആ റസൂലിന്റെ സ്വഭാവം ഞങ്ങൾ മനസ്സിലാക്കണോ? ആ റസൂലിന്റെ സ്വഭാവം ഞങ്ങൾ എടുത്തോളണോ? അതായിട്ട് നബിയുടെ സ്വഭാവ ഖുർആനായിട്ടിക്കടേ. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നബിയുടെ ശ്രേഷ്ഠമായ സ്വഭാവത്തെ വിഷയത്തിലെ പരിശുദ്ധമായ ഖുർആൻ മാത്രമല്ല മുന്നലെ കഴിഞ്ഞു പോയിട്ടുള്ള നബിമാർ അള്ളാഹു ഇറക്കിയിട്ടുള്ള കിതാബ് അതായത് തൗറാത്ത് ചൊല്ലിയ കിതാബിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠ ഗുണത്തെ ഉল্ലേഖമുണ്ട്. ആ നബിയുടെ സ്വഭാവ വിഷയത്തിൽ അതിലുമുണ്ട്. എന്തേ പോലെ അയാളതാ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുട തൗറാത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണത്തെ വിഷയത്തിൽ ഉള്ളതിൽ നിങ്ങൾ ചൊന്നിട്ട് ചൊന്നപ്പ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ചൊല്ലേ വല്ലാഹി അല്ലാഹുവിന്റെ തന്നെ സത്യം തൗറാത്തിൽ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിലെ ഖുർആനിലെ ഉള്ളതുപോലെ ചില ശ്രേഷ്ഠമായ ഗുണത്തെ തൗറാത്തിനും ഉল্ലേഖാക്കിയിട്ടുണ്ട് ചൊന്നിട്ടായിട്ട് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ചൊല്ലത് കഴിഞ്ഞു പോയ തൗറാത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ വിഷയത്തിലും ഉണ്ട് ചൊന്നിട്ടായിട്ട് ഇവിടെ പഠിപ്പിച്ചത്. അപ്പൊ അതുപോലെ അത് ചൊന്നിട്ടുണ്ട്. കഴിഞ്ഞു പോയ മുൻഗാമികളായിട്ടുള്ളേ തൗറാത്ത് ചൊല്ലിയ കിതാബ് ആറ് ഇറക്കിയതായിട്ട് മൂസാ നബി അലൈഹിസ്സലാമും അല്ലെ? അള്ളാഹു ഇറക്കിയ കിതാബില്ലേ സബൂർ ദാവൂദ് നബി അലൈഹിസ്സലാമും ഇൻജീൽ ഈസാ നബി അലൈഹിസ്സലാമും തൗറാത്ത് മൂസാ നബി അലൈഹിസ്സലാമും ഇതിലെല്ലാം നബിയുടെ സ്വഭാവത്തെ വിഷയമുണ്ട്. അപ്പൊ ആ സ്വഭാവ പരിശുദ്ധമായ ഖുർആനിൽ അങ്ങനെ ചൊന്നിട്ടുണ്ട് നബിയുടെ സ്വഭാവത്തെ വിഷയം. അതേപോലെ അതിനും അങ്ങനെ ഉണ്ട് ചൊന്നിട്ടായിട്ട് കൂടെ പഠിപ്പാട്ടത്. മാത്രമല്ല ഖുർആനിൽ ചൊല്ലേ യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ നബിയേ നിശ്ചയമായും ഞങ്ങൾ നിങ്ങളെ ഒരു സാക്ഷിയായിട്ടും ഒരു ശുഭവാർത്ത കൊടുക്കുകയായിട്ടും അതുപോലെ ഒരു എച്ചരിക്ക കൊടുക്കുവായിട്ട് ഞങ്ങൾ നിങ്ങളെ കടത്തിരി അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലേ നബിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു ചൊല്ലേ നബിയേ യാ അയ്യുഹൻ നബിയ്യു ഓ നബിയേ നിങ്ങളെ ഞങ്ങൾ ഒരു സാക്ഷിയായിട്ടും സന്തോഷവാർത്ത അറിയിക്കുവായിട്ട് ശുഭവാർത്ത ഇതിനെ അറിയിക്കാൻ വേണ്ടിയിട്ടും എച്ചരിക്ക കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഞങ്ങൾ കടത്തിരി ചെന്നിട്ടായിട്ടിക്കടേ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെ പറ്റിയിട്ടുള്ളത്.
അപ്പൊ നമുക്കില്ലേ ശുഭവാർത്തനം അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് തിരുപ്പാടി തന്നത് അല്ലേ? അവർ കഴിഞ്ഞു പോയണ്ടായെങ്കിൽ അള്ളാഹുടെ ദീനെ ധിക്കരിച്ച് നടന്നവണല്ലേ എന്തുള്ള ശിക്ഷ എന്തിനു നടക്കും ചെന്നിട്ടുള്ള എച്ചരിക്ക പോലെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പാടി തന്നത് അല്ലേ? അള്ളാഹുടെ ദീനിൽ എന്തിനാക്കണോ ഏതാക്കോ തീരെ ചെന്നിട്ടും അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം നമുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മളെ വിട്ടുപോയതായിരിക്കും അല്ലെ? ആകാശത്തിലെ മേലെ പറക്കുന്നതായ ഹവത്തിൽ പറക്കുന്ന പക്ഷികളിൽ എന്തെങ്കിലും ഒരു ഇൽമു ഉണ്ടുണ്ടായെങ്കിലോ അങ്ങനത്തെ ഒരു ഇൽമു പോലും അള്ളാഹുന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചിട്ടേ പോയി. ഇവിടെ ഒന്നും ബാക്കിയാക്കി വെച്ചിട്ടില്ല. അള്ളാഹുടെ ദീനിത് ഇന്ന് പുതിയതായിട്ട് എന്ത് ചേർക്കുകയില്ല, എല്ലാം പൂർത്തിയാക്കി വെച്ച് തന്നിട്ടായിട്ട് അള്ളാഹുന്റെ റസൂൽ ഞങ്ങളെ വിട്ടുപോയത്. മാത്രമല്ല ആ കിതാബില് ആ തൗറാത്ത് ആ കിതാബും അതുപോലെ മുന്നൽ വന്ന കിതാബില് നിങ്ങൾ അറബി ജനസമൂഹത്തിന് ഹെമ്മയായിട്ട് ചെന്നിട്ട് അതിലുണ്ടോ? അതിലുണ്ട് ചെന്നിട്ടായിട്ട് പഠിപ്പെട്ടത് നിങ്ങ നന്റെ ഒരു ദാസം റസൂലിനായിട്ട് കയറി ചെന്നിട്ടുണ്ടോ? അതിലുള്ളത് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അസ് റളിയല്ലാഹു അൻഹു അയാൾ ഓതിയിട്ട് ചെന്നിട്ട് അയാളത് ഓതി ചെന്ന് കാട്ടുന്നതായിട്ട് കിട. അപ്പൊ അതിലെല്ലാം ഉള്ള നബിയുടെ ആ സ്വഭാവ ഞങ്ങൾ ഉണ്ടാവണം. അനബിയുടെ ഉമ്മത്തിമാരായ ഞങ്ങൾ ഉണ്ടാവാറായിട്ടിക്കണേ സഹോദരന്മാരെ. മാത്രമല്ല സഹീഹ് ബുഖാരിയിൽ ഉള്ളത് ഇങ്ങനെ ആയിട്ടിക്കണേ, ലൈസ ബിഫദ്ലിൻ വലാ ഖലീലിൻ വലാ സഹാബിൻ ബിൽ അസ്വാഖ് വലാ യദ്ഫഉ സയ്യഅത ബിസയ്യഅതി വലാകിൻ യഅഫു വയസ്ഫഹ്. ബുഖാരിയിൽ അതായിട്ടിക്കണേ, നിങ്ങളെ സ്വഭാവ ദോഷമില്ല, നിങ്ങളുടെ സ്വഭാവത്തോട് ദോഷമില്ല, കഠിന നിലവ് നിങ്ങളവിടെ ഇല്ല. നിങ്ങൾ ബജാറിലെ ബീജി ജാഗിൽ പോയിട്ട് നിങ്ങൾ ജോറ് ശബ്ദത്തിൽ പലക്ക പറയില്ല, കെടുക്കുകൊണ്ടിട്ട് നിങ്ങൾ എന്താക്കല്ല എതിരിച്ചില്ല. നിങ്ങ ഒരു ക്ഷമിക്കടേ ആളായിട്ടിക്കടേ. മാത്രമല്ല ബാക്കിയുള്ള നിങ്ങളെ തപ്പുടെ നിങ്ങൾ എന്താക്കണു കടകണിച്ചിരവ് ആളായിട്ടിക്കടേ ചെന്നിട്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അതായിട്ടിക്കടേ. എവിടെയെങ്കിലും പോയിട്ട് ബജാറിൽ പോയിട്ട് ജോറ് ശബ്ദത്തിൽ പലക്ക പറയല്ലേ, കഠിനമായ നിലവില്ല, പക തീർക്കണതില്ല അല്ലെ, നല്ല സ്വഭാവത്തിൽ ഒരു ദോഷമില്ല ചെന്നിട്ടായിട്ട് ഇവിടെ പഠിപ്പാട്ടുന്ന എന്തെങ്കിലും കെടുക്കൊണ്ട് എതിർച്ചില്ലേ, അങ്ങനത്തെ ഒരു സ്വഭാവമായിട്ട് അതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളല്ലേ വലിയൊരു നല്ല സ്വഭാവത്തിന് മേലായിട്ട് കിടന്ന നബിയെ ചെന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലത് നബി. അപ്പൊ ആ അങ്ങനത്തെ സ്വഭാവല്ലേ ആ റസൂൽ കാട്ടി തന്റെ മാർഗം ഏതുണ്ടാ അതിൽ ഞങ്ങൾ മുറുകെ പിടിക്കണം. അതുപോലെ ആയിട്ട് അതിനെ പിമ്പറ്റി ജീവിക്കണേ. അതായിട്ടിക്കണേ നബിയുടെ മേലെ ഞങ്ങൾ പിരിശ ഉണ്ട് ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നതിനെ ധിക്കരിച്ചിട്ട് നടന്നത് പിരിശല്ല. നബിയുടെ യഥാർത്ഥമായി പിരിശ ചെന്നെങ്കിൽ ആ നബി കാട്ടി തന്നെ മാർഗം ഏതുണ്ടോ ആ മാർഗത്തെ പിമ്പറ്റി ജീവിക്കലായിട്ടിക്കണേ. ആ നബിയോടുള്ള ഒരു സ്നേഹം പിരിശായിട്ടിക്കണേ അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്തു എല്ലാരെ കാട്ടിയാണ് നന്റെ പ്രിസബിക്കടത്തല മൂമിനാവില്ല അല്ലെ? ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദി വവലദിഹി വന്നാസി അജ്മഈൻ. എന്തിരെ ലാ യുമിനു അഹദുക്കും നിങ്ങൾ ഒരാളും മൂമിനാവല എവിടത്തോല ഹത്താ അകൂന അഹബ്ബ ഇലയ്യ ഞാൻ അങ്ങ് പിരിശാവോടത്തോല. നിങ്ങളെ ബാപ്പമാരെ കാട്ടി നിങ്ങളെ മക്കളെ കാട്ടി ഉന്നാസി അജ്മഈൻ ബാക്കിയുള്ള മനുഷ്യന്മാരെ കാട്ടി ആരാ നിങ്ങൾക്ക് നാല് പിരിശാവോടത്തോളം നിങ്ങൾ ആരും മൂമിനാവില്ല ചെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു. ആ പിരിശത്തെ ഞങ്ങളുടെ മനസ്സിലാക്കാനായിട്ട് അള്ളാഹിന്റെ റസൂൽ നമുക്ക് കാട്ടി തന്നെ മാർഗം ഏതുണ്ടോ ആ മാർഗത്തെ പിൻപറ്റി ജീവിച്ചിട്ട് അമലാക്കലുണ്ടായെങ്കിൽ മാത്രമേ ആ റസൂലോട് സ്നേഹം ഉണ്ടാവുന്നത്. അള്ളാഹുടെ ദീനിന് പുതിയ ഉണ്ടാക്കൽ കൊണ്ടിട്ട് പുതിയ നവീനാചാരത്തെ നിറക്കൽ കൊണ്ടിട്ട് അവൻ അള്ളാഹിന്റെ റസൂലിനെ പിരിശബേക്കിടവനെ അള്ളാഹിന്റെ റസൂൽ അവനെ ധിക്കരിക്കണവനായിട്ട് യഥാർത്ഥമായിട്ട്. കാരണം വിദ്യാത്താക്കിടവൻ അവൻ നല്ലല്ലേ ചെന്നിട്ട് ആക്കോണ്ട് പോയിട്ടിക്കട അല്ലെ, നല്ലല്ലേ ആക്കട ചെന്നിട്ട് വിദ്യാർത്ഥി കുറെ അള്ളാഹുടെ ദീനിൽ പുതിയ ഉണ്ടാക്കണേ. എവിടെ തോല ചെന്നിട്ടായെങ്കിൽ അള്ളാഹുടെ ദീന് പൂർത്തിയായിട്ടില്ല ചെന്നിട്ട് ആൾമാരുള്ളവർ അള്ളാഹുടെ ദീന് പൂർത്തിയായിട്ടില്ലാണ് ചെന്ന ആൾമാരുള്ളവർ അങ്ങനെ പണ്ഡിതന്മാരില്. അപ്പൊ നമ്മുടെ മനസ്സിലാക്കണം അത്ര ആൾമാരിൽ നിന്ന് ഞങ്ങൾ ദൂരത്താവാനായിട്ടിരിക്കണം. വിജയിയായ ആൾമാർ ചെന്നിട്ട് അങ്ങ് വിദേഹത്തിന് കുട്ടിലുണ്ടായെങ്കിൽ അങ്ങനെ കൂടെ ഞങ്ങൾ ദഹിക്കൊക്കെ തീരാ, അങ്ങനെ പഴക്കം ഞങ്ങൾ കേക്കൊക്കെ തീരാ. എന്റെ ശൈത്താന് വേഗം കൂടിയിട്ട് അങ്ങനെ ആ വിദേഹത്താക്കുന്ന ആൾമാരോട്ടായിട്ടിക്കടേ അങ്ങ് പലരും ചെന്നിട്ട് മനുഷ്യന്മാരെ തീർത്തപ്പെടാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ കൂടെ തീരാ, അങ്ങനെ വിദ്യാർത്ഥികൾ അങ്ങ് പ്രോത്സാഹനമാക്കുക തീരാ.
തീരെങ്കിൽ നമുക്ക് ഉപദേശം മാത്രം ആക്കല്ലത് പരിശുദ്ധമായ ഖുർആനും തിരുസുന്നത്തിന് ചെന്നു കൊടുക്കുക മാത്രമേ ഞങ്ങളെ ജവാബ്ദാരിയായിട്ടിക്കട്ടെ. അങ്ങനെ എന്തെങ്കിലും ഖുറാഫാത്തിലെ വിഷയമാക്കണ്ടെങ്കിൽ എന്തെങ്കിലും വിദ്യാർത്ഥി അള്ളാഹുടെ പുതിയ പുതിയ ഉണ്ടാക്കുന്ന വിഷയത്തില് അങ്ങ് പലരും ഞങ്ങളുടെ ചെന്നെങ്കും ഞങ്ങൾക്ക് അത് കൊടുക്കുക തീരാ. അന്നാക്കടെ വിദ്യാർത്ഥി ഞങ്ങൾ പ്രോത്സാഹക്കുക തീരാ. അത് നബിക്കെതിരായിട്ടിക്കടേ, അത് നബിക്കെതിരായിട്ട് കാണാൻ നബിയുടെ ധിക്കരിച്ചനായിട്ട് കിടറ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നിട്ട് അള്ളാഹുന്റെ റസൂലിന്റെ മേലെ കളവ് ചൊല്ലനായിട്ട് കിടർ. അള്ളാഹുടെ ദീനിൽ പുതിയ പുതിയ ഉണ്ടാക്കി അങ്ങ് റസൂലിനെ മനസ്സിലാക്കിയിട്ടില്ല. നബി ആര് ചെന്നിട്ട് അങ്ങ് മനസ്സിലാക്കിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ അങ്ങ് മനസ്സിലാക്കിയിട്ടേ ഇല്ല. മനസ്സിലാക്കണ്ടെങ്കിൽ ഇതുപോലത്തെ വിദ്യാർത്ഥി എവിടെ തോല ചെന്നെങ്കിൽ ഈ വിദ്യാർത്ഥി ആക്കടെ ആൾമാറ് അങ്ങ് അതിൽ നിന്നിട്ട് വിട്ട് നിൽക്കവിടെ തോല അങ്ങനെ തോവ പോലും അള്ളാഹു സ്വീകരിക്കില്ലേ. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തോവ അള്ളാഹു സ്വീകരിക്കില്ല. കാരണം നല്ലല്ല ചെന്നിട്ട് അങ്ങ് ഈ അള്ളാഹുടെ ദീനിലുണ്ടല്ലേ പുതിയത് ഉണ്ടാക്കിയോണ്ടേ ഉള്ളേ, അങ്ങാക്കിയോണ്ടേ ഉള്ളൂ. അങ്ങതിനെ സ്റ്റോപ്പ് ആക്കല്ലേ, എപ്പ ഇതിനെ നിപ്പാട്ടില്ലമ്മ അവിടെ തോലും അങ്ങനെ തോവ അള്ളാഹു സ്വീകരിക്കില്ലേ. അള്ളാഹു കാത്ത സലാമത്താക്കട്ടെ. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുക മാത്രം അല്ലേ. ഞങ്ങളെ കൂട്ടുകുടുംബത്തിൽ ഒരുപാട് ആൾമാറില്ലേ ബിദഅത്ത് ശിർക്കാക്കിന്റെ ആൾമാറില്ലേ. ശിർക്കിന്റെ വിഷയത്തിൽ ഞങ്ങൾ യാറെ ഞങ്ങൾ എച്ചരിക്ക കൊടുത്തോണ്ട് വേണ്ടേ അല്ലേ. തൗഹീദ് ഉള്ളവണ് വേണമെങ്കാവട്ടു. ശൈത്താൻ ഇബ്ലീസ് വന്നിട്ട് അവന്റെ തിരിക്കുമോ നേരം ഒന്നുമില്ലേ അല്ലേ. മനുഷ്യ ചൊല്ല് ഒരു സമൂഹം അത് അങ്ങനെ ആയിട്ടിക്കും അല്ലേ. നാല് ബാപ്പ ആദം നബി അലൈഹി സ്വലാമിനെ പോലെ ഇബ്ലീസ് കണിച്ചിരാ. അള്ളാഹു നേരെ വിരുദ്ധമായിട്ടായിട്ടിക്കടെ ആ ഇബ്ലീസ് ആദം നബി അലൈഹി സ്വലാമിനെ കണിച്ചത്. ആദം നബി അലൈഹി സ്വലാം മക്കളെ അതുപോലെ മേഖലിക്കരുത്. അതുകൊണ്ടിട്ടായിട്ട് അള്ളാഹുന്റെ റസൂൽ ചൊന്നത് ആദം നബി അലൈഹി സ്വലാമിന്റെ മക്കായിട്ടുള്ള എല്ലാവരും മാനവ സമുദായ അങ്ങാക്കെ തപ്പു അപ്പം അങ്ങ് തോപ ചെഞ്ഞ് മടങ്ങണ്ടായെങ്കിൽ അങ്ങായിട്ട് കറയും നല്ല അങ്ങാ ചൊന്നിട്ട് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത്. അപ്പൊ ഞങ്ങൾ ചെമ്മ ജാഗ്രതാക്കണായിട്ടിക്കട്ടെ. വിദ്യാർത്ഥി വിദ്യ ശിർക്കിന്റെ വിഷയം ഞങ്ങൾ ചെന്ന് കൊടുത്തോട്ടെ വേണോ അല്ലെ. പ്രതി ഒരു ഖുത്ബത്തിലോ ശിർക്കിന്റെ വിഷയത്തിലുണ്ടല്ലേ എച്ചരിക്ക കൊടുത്തോണ്ടേ വേണം. അതിനെ കേട്ട് ബാക്കിയുള്ള ഞങ്ങളെ സമുദായത്തിൽ ഞങ്ങളെ കുടുംബത്ത് കൊണ്ടല്ലേ ഞങ്ങൾ ചെന്ന് കൊടുത്തോണ്ട് വേണം അല്ലെ. അള്ളാഹു ചൊന്നേ ഞങ്ങൾ മാത്രം ബച്ചവായങ്ങമയാവലെ ഞങ്ങളുടെ കുടുംബത്തെ ബച്ചവാക്കണോ. അള്ളാഹു അല്ലെ. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ അഹൽക്കാരെ നരകത്തിൽ നിന്ന് ബച്ചവാക്കളോ ചൊന്നോട്ട്. അതാ നരകത്തില് കത്തുവട്ടതാ മനുഷ്യന്മാരും കല്ലടായിട്ടിക്കടേ. ആ നരകത്തിലതാ കത്തുവട്ടതാ മനുഷ്യന്മാരും കല്ലായിട്ടിക്കടേ. ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കണു അല്ലെ. പ്രതി ഓരോരുത്തർക്കും എന്തേ അവർ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അതെന്റെ മനുഷ്യന്മാരുടെ കല്ലടയിട്ട് കത്തുപൊട്ടേണ്ട്. അള്ളാഹുടെ ശിക്ഷ അങ്ങനെ ആയിട്ടിക്കട്ടെ. അള്ളാഹുടെ ശിക്ഷ അങ്ങനെ ആയിട്ടിക്കട്ടെ. എന്തുപോലെ ചെന്നെങ്കിൽ കല്ലിൽ ഇച്ചിരി ചൂടാക്കിട്ടെന്ന് സാധാരണ ഞങ്ങളെ റായത്തിലാവട്ടെ ഞങ്ങളുടെ തീയെ കത്തുപൊട്ടമൊത്തു അവിടെ കുറെ കല്ലിക്കമൊത്ത് ആ കല്ലിന്റെ ചൂട് വേഗം പോകണ്ടേ. ആ കല്ലിന്റെ ചൂട് എന്ത് വേഗം ആര് പോകണല്ലേ. നരക്കത്തിൽ അത് ശിക്ഷ ആയിട്ടിക്കട്ടെ. കല്ലിന്റെ ചൂടുള്ള ബന്ധോട്ടിക്കടേ. മനുഷ്യന്മാരും കല്ലടിട്ടായിട്ടാ നരകത്തില് കത്തുപെട്ടത്. അതുകൊണ്ടിട്ട് നിങ്ങളെയും നിങ്ങളെ കുടുംബത്തെ നരകത്തിൽ നിന്ന് ബച്ചവാക്കലറോ. അപ്പൊ ഞങ്ങളെ ഹക്കായിട്ടിക്കടേ. അള്ളാഹുടെ ദീന്റെ അനക്ക് എത്തുപറ്റി കൊടുക്കൂടതേ. ബലത്കാര വേണ്ട, ബലത്കാര ഇല്ല ഇസ്ലാമില്. അള്ളാഹുടെ ദീന് നല്ല സമാധാനത്തോടുകൂടെ ഞങ്ങൾ ചെന്ന് കൊടുത്തേക്ക് വയ്യാവും അല്ലെ. ഞങ്ങളെ ഫാമിലി എത്ര ആളെ ശിർക്കാക്കടമുള്ളവർ ചൊന്നങ്ങ് കേക്കല്ലേ അല്ലെ. അങ്ങനെ ഞങ്ങൾ ഉദ്രിക്തമായിട്ടുണ്ടല്ലേ. അങ്ങനെ ഉദ്രിക്താക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ പലക്കത്തോടുകൂടെ ഞങ്ങൾ ദാവാക്കുക തീരാം. അത് ഞങ്ങൾക്ക് ജവാബ്ദാരി അല്ല. ഞങ്ങൾക്ക് ജവാബ്ദാരി ഉള്ളത് ഞങ്ങളെ ഹൊടേന്ദ്ര ചെന്നെങ്കിൽ അള്ളാഹുടെ ദീന്റെ ഞങ്ങൾക്ക് എത്തുപറ്റി കൊടുക്കുന്ന പണി മാത്രം. നീന് നരകത്ത് കൊണ്ടാവണോ അല്ല നീന് കാഫിൽ ചെന്നില്ല ഈ ശബ്ദം പോലും ഞങ്ങൾ ഉച്ചരിക്കുക തീരാ. ഞങ്ങൾക്കുള്ള പണി എന്തിനു ചെന്നെങ്കിൽ പരിശുദ്ധമായ ഖുർആനും സുന്നത്തിനായിട്ടിക്കട് ഞങ്ങൾക്ക് എത്തുപറ്റി കൊടുക്കരുത്. ഹിദായത്ത് കൊടുക്കണ പഠിച്ചറപ്പായിട്ടിക്കട്. അത് ഞങ്ങൾ ആരെ കൊണ്ട് സാധ്യമില്ല. ഒരു മനുഷ്യരെ ഹിദായത്ത് കൊടുക്കുമ്പോൾ ലോകത്തില്ല ഒരൊറ്റ ഒരു മനുഷ്യർക്ക് സാധ്യമല്ല. കാരണം ഹിദായത്ത് ചൊല്ലിയ അധികാര ആ ഹിദായത്ത് ചൊല്ലി ആ വെളിച്ചത്തെ കൊടുക്കുന്നത് ആ അധികാരമുള്ള പഠിച്ച റബ്ബ് മാത്രമായിട്ടിക്കടേ അല്ലെ. പഠിച്ച റബ്ബ് മാത്രമേ ആയിട്ടിക്കടേ. ഇത് ചില ആൾമാർ ചൊല്ലതു ഇത്തരം ദീന് കൊടുത്തിട്ട് അങ്ങനെ ഫാമിലി കുടുംബത്തിൽ അങ്ങനെ ശരിയായിട്ടില്ല അല്ലെ. ചില ആൾമാർ ആര് ചൊല്ലേ
ഇബ്ദായിയായ ശിർക്കാക്കടെ ആൾമാരെ ചൊല്ലും. അവന് വലിയ തൗഹീദിലാവണോ, അവന്റെ ഫാമിലി അവന് ശരിയാക്കോ തീരിട്ടാണ് ചൊല്ല ആൾമാരുള്ളൂ. അർത്ഥമില്ലാത്ത ഫലക്കായിട്ടിക്കിടത് അല്ലെ, വിവരമില്ലാത്ത ഫലക്കതായിട്ടിക്ക്. കാരണം നമ്മ എത്ര ദീന് ചെന്ന് കൊടുത്തിട്ടുണ്ടായെങ്കിലും അങ്ങനെ സ്വീകരിക്കോ അസ്വീകരിക്കതേക്കിടത് അത് അങ്ക് വിട്ടത് എന്തേ, അത് പഠിച്ചറപ്പടെ ഒരു പ്രകാശായിട്ടിക്കടെ ഹിദായത്ത് അതിട്ടേ മാത്രമേ സാധ്യമുള്ളൂ. നമുക്ക് ദീനിൽ ബലത്കാരം ചെന്നിട്ടില്ല. ഞങ്ങൾ ആ ശിർക്കിന്റെ വിഷയത്തില്, ഈ ശിർക്കും ബിദ്അത്തിന്റെ വിഷയത്തില് ഭയങ്കരമായ എച്ചരിക്ക നാം കൊടുക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വെളിപ്പാടി തന്നെ ആ എച്ചരിക്കും. പരിശുദ്ധമായ ഖുർആന്റെ എച്ചരിക്കും അങ്ങനെ കൊടുക്കണോ അല്ലെ? ശിർക്കാക്കേണ്ട അവസര വിഷയത്തിൽ ഒരുപാട് ഖുർആനിൽ വെളിപ്പാടിയിട്ടില്ലേ? അതിൽ ഒരു ആയത്തായിട്ട് വലിയ ഒരു ആയത്ത്, ആ ആയത്തിലെങ്കിലും അങ്ങ് ചെന്നു കൊടുക്കുന്ന മനസ്സില് ഒരു അങ്ങനെ മനസ്സിലെ സംസ്കാരം അങ്ങനെ തടിരെ അങ്ങനെ ശരീരത്തോടെ സംസ്കരിക്കണ എന്തേ ശിർക്കാക്കേണ്ടെങ്കിൽ അവന്റെ അവസ്ഥ എന്തിനു ചെന്നിട്ട് പഠിച്ചറപ്പല്ല കരുണയുള്ളവനായിട്ടിക്കട, അവന് എല്ലാവർക്കും അവൻ ഉദ്ദേശിച്ച് മാപ്പാക്കാത്ത ഒന്നായിട്ടിക്കട് ഷിർക്ക്. ഇത് ചൊന്നു കൊടുക്കണേ അല്ലേ? ഇത് ഞങ്ങൾ ചൊന്നു കൊടുക്കണോ? ആ ആയത്തിൽ ഞങ്ങൾ ഓതണോ? ചെമ്മ ആയത്തുണ്ടോ? ഇതൊരു ആയത്തിൽ നിങ്ങൾ ഓതണോ? എന്തേ നമ്മ ഈ ലോകത്തുള്ള സർവ്വ മനുഷ്യന്മാരും സ്വർഗം കിട്ടണ ചെന്നിട്ട് ആഗ്രഹിക്കണായിട്ടിക്കട്. ആ സ്വർഗം നമുക്ക് നിഷിദ്ധമായി എന്തിനാവും? നമ്മളെല്ലാം അള്ളാഹുവിടെ പഠിച്ച് നടക്കണ പഠിച്ച് ആ നിരീക്ഷയായിട്ടിക്കട് സ്വർഗത്തേത്. അതേ ഇല്ലാണ്ടായി പോയെങ്കിൽ ഇന്നഹു മൻ യുശ്രികു ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു അന്നാർ വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. സൂറത്തുൽ മാഇദ 75-ാമത്തെ ആയത്ത്. ഇത് നമുക്ക് കാട്ടി കൊടുക്കണം. അതിൽ അർത്ഥത്തിലുള്ള ഖുർആൻ മുതൽ വെച്ച് ചൊല്ലണം അല്ലെ? എത്ര ആയത്തെല്ലാം ഉണ്ട്. ഇന്നഹു മൻ യുശ്രികു ബില്ലാഹ്, ആരെങ്കിലും അള്ളാഹു സഹഭാഗിയാക്കേണ്ടായെങ്കിൽ ശിർക്ക് ആക്കേണ്ടായെങ്കിൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗമേ ഹറാം നിഷിദ്ധായി. ഇത് ചൊല്ലോ. സ്വർഗ നിഷിദ്ധ ആര് ചൊല്ലേ? പഠിച്ച റബ്ബ് ചൊല്ലേ. ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കണേ, എല്ലാം തന്നിട്ട് ഞങ്ങളെ വളർത്തുന്നതായ പഠിച്ച റബ്ബ് ചൊല്ലതേ. ആരെങ്കിലും ഒക്കെ ശിർക്കാക്കേണ്ടായെങ്കിൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗമേ ഹറാം. പിന്നെ അവന് പോണ്ട പ്ലേസ് ഏതോ അവന് പോണ്ട പ്ലേസ് നരകായിട്ടിക്കട്ടെ അല്ലേ? നരകായിട്ടിക്ക. പിന്നെ അവിടെ ആരും സഹായിക്ക ഉണ്ടാവല്ലേ? ഈ ലോകത്ത് എന്ത് നടക്ക അക്രമാക്കേണ്ടായെങ്കിലും ഉണ്ടല്ലേ നമ്മ വിജയിക്കണത്, സഹായിക്കണ ആൾമാറുള്ളൂ. നാല് ആഖിറത്തുണ്ടല്ലേ ഇങ്ങനത്തെ അക്രമിയായ ആൾമാരോട് സഹായിക്കുക. ഈ അക്രമിയായ ആൾമാരോട് സഹായിക്കുക ആറിക്കലായിട്ട്. ഈ ശിർക്കാക്കിന്റെ അക്രമല്ലല്ലേ, ഇത് വലിയതായി. അപ്പൊ നമ്മോട് മനസ്സിലാക്കണം ശിർക്കിന്റെ വിഷയത്തെ അങ്ങ് ചെന്നുകൊണ്ട് അള്ളാന്റെ റസൂലെ ആ അള്ളാന്റെ റസൂലെ അങ്ങ് അറിയോ കണ്ടില്ല. അള്ളാന്റെ റസൂലെ എല്ലാം അല്ല ആ ചരിത്രത്തിൽ അങ്ങ് ചെന്നു കൊടുക്കണം. ഐറ്റിക്കട് അങ്ങ് സ്വീകരിക്കുകയാവും. സ്വീകരിച്ചില്ലെങ്കിലും ഞങ്ങൾ ബേജാറാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ ചെന്നു കൊടുക്കുക മാത്രമേ ഉള്ളത്. ഹിദായത്ത് ചൊല്ലത് പഠിച്ച റബ്ബിൻ്റെതായിട്ടിക്കട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. സഹോദരിമാരെ, അല്ലാഹുവിന്റെ ആദേശ നിർദ്ദേശത്തെ ജീവിതത്തിൽ അലവടിച്ചിട്ട് തഖ്വത്തോടുകൂടെ ജീവിക്കണോ. അതുപോലെ അമലാക്കുന്നു ചൊന്നിട്ട് രണ്ടാമതായിട്ട് നിന്നെ മറക്കാണ്ട് നിങ്ങളെ ഓരോരുത്തരുടേതാണ് വസിയത്താക്കട്ടുള്ളേ, ഉപദേശാക്കട്ടുള്ളേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധമായ ദീന്റെ നങ്ങ മനസ്സിലാക്കണം. അള്ളാഹു ആര് ചെന്നിട്ട് അറിയണം, ദീൻ ചെന്ന് അറിയണം. അള്ളാന്റെ റസൂൽ മുഹമ്മദ് നബി ആര് ചെന്നിട്ട് അറിയണം. ആ റസൂലിന്റെ ചരിത്രം പഠിക്കണോ, ക്ലാസ് വെക്കണോ. ഞങ്ങൾ ഇൽമില്ല ചെന്നിട്ട് ഞങ്ങൾ ദൂരത്താവുന്നതല്ല. പരിശുദ്ധമായ ഖുർആൻ ക്ലാസും അതുപോലെ ഹദീസ് ക്ലാസ് എല്ലാം ബന്ധിച്ചിട്ട് ഞങ്ങൾ ഇൽമ പഠിക്കണോ, ഇൽമ നേടണോ. എല്ലാത്തെ കാട്ടി മുന്നോളം ഒരു മനുഷ്യ ഇൽമായിട്ടിക്കട് അള്ളാഹു എല്ലാത്തെ കാട്ടി പലക്കത്തിൽ എല്ലാത്തെ കാട്ടി മുന്നോളോ ഇൽമിനെ സംബന്ധിച്ചിട്ട് പറഞ്ഞു അല്ലെ? ഇൽമ പഠിക്കും. കിട്ടിയ ഇൽമ ഞങ്ങൾ ബുറോധീര ഞങ്ങ സൗകര്യം ഇല്ലാത്ത പഠിക്കാത്ത ആൾമാർ ഉള്ളോ. ഞങ്ങളെ ഹിരിയങ്ങൾ എത്ര ആൾ ബേജാറാക്കണ്ടല്ലേ.
ഒരു സന്ദർഭം കാലഘട്ടമായിട്ട് കിടിപ്പല്ല എന്തേ അങ്ങനെ കാലത്ത് സൗകര്യമില്ല പഠിക്കൂ ആശ ഉണ്ട് സൗകര്യമില്ലേ അല്ലെ എത്രയോ കിലോമീറ്റർ പോയിട്ട് പഠിച്ചങ്ങ ഉള്ളോ ആയെങ്ക ഇന്ന് ഞങ്ങളെ കാലിന്റെ അടിയിലായിട്ട് എല്ലാ സൗകര്യം ഉള്ളത് അതുക്ക് വേണ്ട ഒരു ടൈം ഞങ്ങൾ വെച്ചിട്ടുണ്ടായി ഞങ്ങൾ എങ്ങനെ ഞങ്ങൾ പഠിച്ചല്ല ക്ലാസ് നടക്കുന്നത് ക്ലാസ്സുകളിൽ പോയിട്ട് ഞങ്ങൾ പഠിക്കണോ എന്തേ എത്ര ദൂരം നിങ്ങൾ എത്ര കഷ്ടത്തിൽ നിന്നും ഖുർആൻ ക്ലാസ് ഹദീസ് ക്ലാസ്സിൽ നിങ്ങൾ അതിൽ വന്ന് ഞങ്ങൾ ഭാഗവഹിസണോ എന്തേ നീ എത്ര കഷ്ടപ്പെട്ട് നീ ആ ദീന ഇൽമു പഠിക്കണമെന്ന് വന്നിട്ടായെങ്കിൽ നിനക്ക് സ്വർഗത്ത് കൊണ്ട് തെരുടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സുലാബാക്കി തണ്ട ചെന്നിട്ടായിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു. അപ്പൊ ദീന് പഠിക്കണം, ദീന് പഠിച്ചിട്ട് അതുപോലെ ഞങ്ങൾ അമലാക്കണം. ഇൽമു വേണം നമുക്ക്. ഞങ്ങളെ മക്കൾ ഇൽമിനെ പഠിപ്പാടണോ, മതപരമായ ഇൽമു പഠിപ്പാടണോ. ഞങ്ങൾ നബി ആര് ചെന്ന് ഞങ്ങൾ പഠിപ്പാടോ, നബിയുടെ സ്വഭാവത്തെ വിഷയം ഞങ്ങൾ പഠിപ്പടി കൊടുക്കണം. സഹോദരന്മാർ, ഇന്ന് ഞങ്ങളെ മക്ക ഒരുപാട് തെറുതപ്പേണ്ടുള്ളതായിട്ടിക്കല് എവിടെ പേപ്പറിൽ ഏത് ന്യൂസ് നോക്കണുണ്ടായെങ്കിലും മുസ്ലിമിയുടെ പേരായിട്ടിക്കലുള്ളത് അല്ലെ. ഏത് അള്ളാഹുടെ ദീനിൽ ഏതെല്ലാം നിഷിദ്ധമാക്കിന ആ ദീന്റെ പേര് വെച്ചിട്ട് മുസ്ലിംസിലെ ഈ ചില നാമധാരി ആൾമാരി ചില മക്ക എന്താക്കുന്നത് ബെടക്ക് തെറി പിടിച്ചോണ്ടുള്ളൂ. എന്ത് കാരണം കൊണ്ടതില് അതിൽ ഒന്നാമത്തെ കാരണമേ അങ്ക് ദീന് മതപരമായ ഇൽമ പഠിപ്പാട്ടില്ലേ, അങ്ക് ദീന് പഠിപ്പാടില്ലേ അല്ലേ. ഞങ്ങളെ മക്ക അങ്ങ് ചൊന്ന പോലമേ കേട്ട് അങ്ങ് ഏ ചെറുക്ക് കൊണ്ട് ഞങ്ങൾ ചൊന്ന പോലമേ ഞങ്ങൾ കേട്ട അല്ലേ. അങ്ങ് പോയ എവിടെ ഞങ്ങൾ ആട്ടിവിട്ട അതല്ല, ഞങ്ങൾ എവിടെ കാട്ട അവിടെ ഞങ്ങളെ പോപ്പെട്ടു അങ്ങനെ ഉണ്ടല്ലേ. ആ ജവാബ്ദാരി ഞങ്ങളെ കയ്യിലായിട്ട് സഹോദരന്മാരെ തെരു തപ്പി പോയിട്ടായെങ്കിൽ പിന്നെ ഖേദിച്ചിട്ട് യാതൊരു പ്രയോജനം ഉണ്ടാവല്ലേ. ഞങ്ങളെ മക്കളെ സ്വാലിഹായ മക്കളാക്കി ഞങ്ങൾ തീർക്കണോ. ആ മക്കൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണോ. ആ മക്കളെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണ. ഞങ്ങളെ മക്കൾ നല്ല സ്വാലിഹായ മക്കളുണ്ടായെങ്കിൽ ഞങ്ങളെ ആ മക്കളെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണ അല്ലേ. ഞങ്ങൾ മരിച്ചു പോയിട്ടായെങ്കിൽ സഹോദരന്മാരെ ഞങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കടെ ഹദീസായിട്ടിക്കടെ ഞങ്ങൾ മരിച്ചു പോയിട്ടായെങ്കിൽ ഞങ്ങൾ എല്ലാ കാര്യം മുറിഞ്ഞു പോകും, എല്ലാ അമലും മുറിഞ്ഞിട്ട് പോകണം. 3 കാര്യം മാത്രം ഞങ്ങളെ കൂടെ മരിച്ചെങ്കിൽ ഇന്ന് ഞങ്ങൾ നടപ്പിച്ചോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കടെ എന്തിനെ 3 കാര്യം മാത്രമേ ഞങ്ങളെ കൂടെ ഇക്കൂ. അതിൽ ഒന്നായിട്ടിക്കടെ സ്വദഖത്തുൻ ജാരിയ, ജാരിയായ സ്വദഖ അല്ലേ. അള്ളാഹുടെ ദീനിന് വേണ്ടിയിട്ട്, അള്ളാഹുടെ പള്ളിക്ക് വേണ്ടിയിട്ട്, അള്ളാഹുടെ ദീന് പഠിക്കുന്ന മദ്രസക്ക് വേണ്ടിയിട്ട്, അള്ളാഹുടെ ദീന്റെ പ്രചാരാക്കണക്ക് വേണ്ടിയിട്ട്, അതോടുകൂടെ പാവപ്പെട്ട ആൾമാർക്ക് വേണ്ടിയിട്ട്, യതീമീങ്ക് അല്ലെ കഷ്ടം വന്നിട്ട് തിന്നോ കൊടുക്കോ ഇല്ലാത്ത പാവപ്പെട്ട ഫഖീർ മിസ്കിന്മാർക്ക് എല്ലാവരും ഇത് സഹായിക്കുന്നതല്ല സ്വദഖത്തുൻ ജാരിയ എന്നെന്ന് നിലനിൽക്കുന്നതായിട്ടിക്കട്. എന്തേ പ്രതിയോർത്തർ പ്രാർത്ഥന അവന് പോയോട്ടെ അല്ലെ. അവന്റെ ആ സ്വതക്കത്തെ കാണാൻ ആയിട്ടിക്കട് അവന് വലിയൊരു ഭാഗ്യവാന്മാർപ്പെട്ട അതൊന്നും അവന്റെ കൂടെ ഇക്കൂ. രണ്ടാമത്തത് അവന് പഠിച്ച ഇൽമായിട്ടിക്കട് അല്ലെ. ദീനിയായ ഇൽമ് അവന് പഠിച്ചതുപോലെ അവന് അമലാക്കിയ അതേ ചെന്നത് നിപ്പാട്ടിട്ടില്ലേ. ആ ഇൽമ കൊണ്ട് പല പ്രയോജനമുണ്ടോ? പ്രയോജനമുള്ള ഇൽമാവട്ടെ ഉണ്ടോ. കാരണം ഇൽമു പഠിച്ചതാ, ഇൽമു പഠിച്ചതുപോലെ അമലാക്കണ്ടുള്ള ആ ഇൽമു പഠിച്ചതുപോലെ ബാക്കി ഞങ്ങൾക്കൊന്ന് പഠിപ്പറ്റി കൊടുത്തിട്ടുള്ള അതായിട്ട് നല്ല അനുഭവമുള്ള ഇൽമു, ഫലപ്രദമായ ഇൽമു. ഇത് ഓർത്തിട്ട് ഉണ്ടെങ്കിൽ അവന് വിജയിച്ച 2 കാര്യമായിട്ട്. 3ാമത്തെ കാര്യം ഞങ്ങൾ ഇന്ന് മനസ്സിലാക്കുള്ളത്, ഇതിന്റെ പ്രത്യേകമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുള്ളത് എന്തേ സ്വാലിഹായ ഞങ്ങളെ മക്ക. ഒരു മനുഷ്യരെ മക്ക സ്വാലിഹായ മക്ക ആയിട്ടുണ്ടെങ്കിൽ ആ മക്കാന്റെ ഉമ്മ വാപ്പമാർ അല്ലാഹുടെ പ്രാർത്ഥിച്ചുണ്ടായെങ്കിൽ പഠിച്ച റബ്ബ് ഗ്യാരണ്ടത് സ്വീകരിക്കണമായിട്ടിക്കടാ. ആ മക്ക പറഞ്ഞെങ്കിൽ അള്ളാഹു സ്വീകരിക്കണം അല്ലെ. അതായിട്ട് സഹോദരന്മാരെ ഞങ്ങളെ മക്കളെ സ്വാലിഹ മക്കാക്കി തീർക്കണോ. ഞങ്ങൾ മരിച്ചുണ്ടായെങ്കിൽ ഞങ്ങളെ മയ്യത്തിലെ കുളിപ്പാട്ട് ഞങ്ങളെ മക്കായി തീർക്കണോ. അങ്ങനത്തെ ഇൽമു ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാവൂ അല്ലെ. നാല് ബാപ്പാറ് ഉമ്മാറ് ഫാമിലി കുടുംബം ആര് ചെന്നിട്ടോ മനസ്സിലാക്കേണ്ട ദീനിയായ ഇൽമു വേണോ. ഏത് ഹറാം ഏത് ഹലാലിന്റെ മനസ്സിലാക്കേണ്ട ഇൽമു വേണോ. ഞാൻ മരിച്ചുണ്ടായതാ നിന്റെ മോനെ മയ്യത്ത് കുളിപ്പാട്ടണോ. നിന്റെ മോനായിട്ട് കഫാനാക്കണത്, നിന്റെ മോനായിട്ട് കിടന്നാ നിസ്കരിക്കുന്നത്, നിന്റെ മോനായിട്ട് കിടന്നാ കബറ് കഥ വയ്ക്കുന്നത്. ഇതെല്ലാം ഞങ്ങളെ മക്കായിട്ടിക്കണം. അതൊക്കെ വേണ്ട ഇൽമു ഞങ്ങൾ പഠിപ്പാട്ടി വേണോ. അത് ഇൽമുണ്ടെങ്കിൽ മാത്രമേ സാധ്യമാവൂ. അങ്ങനത്തെ ഒരു സ്വാലിഹായ മക്കളെ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അവന് ദുനിയാവിലും ആഖിറത്തിൽ വിജയിച്ച
ഈ 3 കാര്യം മുറിഞ്ഞു പോണ്ടതല്ല എപ്പോഴും ഉണ്ടാവുന്നതായിട്ട് സഹോദരന്മാരെ ഞങ്ങൾക്ക് മനസ്സിലാക്കണം. അപ്പൊ അള്ളാന്റെ റസൂലിനെ അനുസരിച്ച് ജീവിക്കും, അല്ലെ? അള്ളാന്റെ റസൂലിനെ അനുസരിച്ച് ജീവിക്കണോ? അള്ളാന്റെ റസൂലിനെ അങ്ങ് ദൂരത്താക്കോ ഇല്ലേ? ഇന്ന് പരിശുദ്ധമായ ഖുർആൻ മാത്രമേയാവോ ഹദീസ് ബാന ചൊന്നിട്ടുള്ള ഒരുപാട് ആൾമാർ രംഗത്തിൽ ഞങ്ങൾ ഉള്ളൂ. അങ്ങനെ കനിലാറ് കുളിരോ തീര കാരണം ഖുർആൻ മാത്രമേയാവൂ ചൊന്നിട്ട് ഞങ്ങൾക്ക് ഹദീസ് ബാന ചൊല്ലണം. ഇസ്ലാം അല്ല, അവിടെ ഇസ്ലാം ആയിട്ടില്ലേ? എന്തേ പരിശുദ്ധമായ ഖുർആന്റെ ചൊല്ലണേ, അത്തീഉല്ലാഹ വ അത്തീഉർ റസൂൽ, അല്ലാഹുവിനെ അനുസരിക്കണം, അല്ലാഹുവിന്റെ റസൂൽ അനുസരിക്കണം. പരിശുദ്ധമായ ഖുർആൻ നിക്കമത്തോ നമുക്ക് മാത്രം ഖുർആൻ വയാവൂ, ഹദീസ് ബാനയുടെ ചൊല്ലാവോ? ഖുർആൻ വിശ്വാസം ഇല്ലാത്തവോ, ഖുർആൻ വിശ്വാസം ഇല്ലാത്ത മനുഷ്യായിട്ടിക്കട. അതുകൊണ്ട് നമ്മൾ ജാഗ്രതയാക്കണോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലി, യാ അയ്യുഹല്ലദീന ആമനൂ അത്തീഉല്ലാഹ വ അത്തീഉർ റസൂല വലാ തുബ്തിലു അഅമാലകും. സൂറത്ത് മുഹമ്മദ് 13-ാമത്തെ ആയത്ത്. എന്നിട്ട് പഠിപ്പാട്ടത്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസിമാരെ, ഓ മുഅ്മിനീങ്ങളെ ചൊല്ലി അല്ലാഹു വിളിക്കുന്നത്, അത്തീഉല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കൂ, വ അത്തീഉർ റസൂല, അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കൂ, വലാ തുബ്തിലു അഅമാലകും, നിങ്ങൾ അമലുകളെ നിങ്ങൾ ബാത്തിലാക്കലുണ്ടാകും. അങ്ങനെ അനുസരിച്ചിട്ടാണ് നിങ്ങൾ അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ അനുസരിച്ചില്ലെങ്കിൽ അല്ലേ ഒരു മനുഷ്യരെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കട്ടെ. അത് നമ്മൾ ജാഗ്രതയാക്കണമായിട്ടിക്കട്, അത് നമ്മൾ ജാഗ്രതയാക്കണോ. കാരണം അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് എന്തൊരു തന്നതാ, അത് നമ്മൾ കെട്ടിപ്പിടിച്ചോളൂ. അല്ലാഹുവിന്റെ റസൂൽ തന്നതിലുണ്ടല്ലോ നമുക്കത് ജീവനാവുന്ന വിട്ടുവിട്ടല്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വഹീഹായ ഹദീസിലെ തവികളിൽ ആൾമാരുള്ളൂ. ഹദീസ് വേണ്ട, ഖുർആൻ വയ്യാവോ, അല്ലേ? അത് ഒരിക്കലും പാടില്ല. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു വത്തഖുല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. സൂറത്തുൽ ഹസ്ർ 7-ാമത്തെ ആയത്ത്. എന്തിനെ ചൊല്ലുന്നത് അല്ലാഹു, വമാ ആതാകുമുർ റസൂൽ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ എന്ത് നിങ്ങൾക്ക് തണ്ടാ, ഫഖുദൂഹു, അതിനെ കെട്ടിപ്പിടിച്ചോളൂ, അതിൽ നിങ്ങൾ കെട്ടിപ്പിടിച്ചോളൂ. വമാ നഹാകും അൻഹു ഫന്തഹു, ആ റസൂൽ നിങ്ങളെ ഏതിൽ നിങ്ങൾ തടഞ്ഞു നിപ്പാട്ടില്ല, ഏത് തടഞ്ഞില്ല, അതിൽ നിങ്ങൾ ദൂരെ നിൽക്കൂ. വമാ നഹാകും ഫന്തഹു, ഏത് അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് തടഞ്ഞില്ല, അതിൽ നിങ്ങൾ ദൂരെ നിൽക്കൂ. വത്തഖുല്ലാഹ, അല്ലാഹുവിനെ പേടിക്കൂ, അല്ലാഹുവിനെ പേടിക്കൂ. എന്തേ? ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, കഠിനമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായ ശിക്ഷ തന്നവനായിരിക്കടാ. വിശുദ്ധമായ ഖുർആനിൽ ചൊല്ലുന്നത്. അപ്പൊ അത് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂൽ ആർക്കുള്ള ആ റസൂലിനെ പറ്റി നമ്മൾ അറിയണം. നമ്മ ഇങ്ങനെ ദുനിയാവിടെ പിറകെ നാം പോയ വയ്യാവല്ലേ, അള്ളാഹുടെ ദീന്റെ നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ ഒരു ടൈം നമ്മൾ വയ്ക്കണോ. കാരണം ഇന്ത്യ നാളെ ഞങ്ങളെല്ലാം മരിച്ചുകൊണ്ടേ ആയിട്ടിക്കട. അതുകൊണ്ടിട്ട് ഞങ്ങൾ നാളെ ഞങ്ങൾ വിജയിക്കണോ. ഞങ്ങളെ ലോക ഇതായിട്ടിക്കല്ലേ, ഞങ്ങളെ ലോക പരലോക മോമിനിക്ക് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം റെഡിയാക്കി വെച്ചത്. ആ സ്വർഗ്ഗത്തിൽ കൊണ്ട് തേർന്നു ഏതെല്ലാം ഉണ്ടോ അത് ഞങ്ങൾ എടുക്കണോ. മുസ്ലിമായിട്ട് ജീവിച്ചിട്ട് ഞങ്ങൾ മുസ്ലിമായിട്ട് മരിക്കണം, അല്ലെ? മുസ്ലിമായിട്ട് ഞങ്ങൾ മരിക്കണോ, അല്ലെ? വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായിട്ട് അല്ലാണ്ട് മരിക്കണ്ട എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത്. അതുകൊണ്ട് നമുക്ക് തഖ്വ വേണം, അല്ലാഹുവിന്റെ പേടി വേണം. അല്ലാഹു കഠിനമായ ശിക്ഷ തന്നവനായിട്ടിക്കട. നമുക്ക് ഇതിനൊരു ലോകമുണ്ട്, ഈ ലോകത്തെ ഇന്ത്യ നാളെ മരിക്കവുണ്ട്. മരിക്കണമെങ്കിൽ രോഗം വേണ്ട, മരിക്കണമെങ്കിൽ രോഗം വേണ്ട, അല്ല? രോഗം വന്നവർത്ത മരിക്കാൻ പേടിയുണ്ടാ? ഇല്ല. പേടി നമുക്ക് മരണത്തെ പേടി എപ്പോഴും വേണം. അത് രോഗം വന്നെങ്കിൽ മാത്രമല്ല. രോഗം ഇല്ലാത്തവണ് പെട്ടെന്നുള്ള മരണം നടന്നോട്ടോ, ഞങ്ങളെ കണ്ടുമുന്നാൽ കണ്ടോണ്ടോ. അപ്പൊ അതൊക്കെ വേണ്ടി ഞങ്ങൾ തയ്യാറാവണോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വാലിഹീങ്ങളിൽ അല്ലാഹു ഞങ്ങളെ ഉൾപ്പെടുത്തട്ടെ. അതേപോലെ ഇവിടെ ദുആ കൊണ്ട് വസിയത്താക്കി ഒരുപാട് ആൾമാരുള്ള രോഗശിഫാക്ക് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ എന്ത് രോഗമുണ്ടെങ്കിൽ പഠിച്ചറപ്പ് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അതേപോലെ ഞങ്ങളെ ഒരു സഹോദര ബാപ്പയുണ്ട് മരിച്ചത്, ഇൻഷാ അല്ലാഹ് ജുമാ കഴിഞ്ഞിട്ടായിട്ട് ഇവിടെ അടക്കപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കട്ടെ. അതിലെ ദോഷം എന്തുണ്ടെങ്കിൽ പഠിച്ചറപ്പ് വിട്ടുപുറത്ത് മാപ്പാക്കട്ടെ. അതേപോലെ ഞങ്ങളിവിടെ കൂടിയിട്ടുള്ള ഒരുപാട് ഞങ്ങളെ കൂട്ടുകുടുംബങ്ങളായിട്ടിക്കണം. ഒരുപാട് കഷ്ടം വന്നിട്ട് മാരകമായ രോഗം കൊണ്ടിട്ട് ഹോസ്പിറ്റലിലും ഔത്തുനിന്ന് ഇറങ്ങിയിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെയും എന്ത് രോഗമുണ്ടെങ്കിൽ പഠിച്ചറപ്പ് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അതേപോലെ ഞങ്ങളെ പള്ളികളുടെ കലക്ഷനും എൻ്റെ കൂടെ ഉണ്ട്. ആ കലക്ഷനും എല്ലാവരും നിങ്ങളെ കൈയുടെ പരമാവധി അള്ളാഹുടെ പള്ളിക്ക് വേണ്ടി നിങ്ങൾ സഹായിക്കണം. അത് പ്രത്യേക വെള്ളിയാഴ്ച ചൊല്ലതായിട്ടിക്കട്.
അതെല്ലാം നിങ്ങൾ പിടിച്ച വന്നിട്ടിക്കോറു. അതേപോലെ ലർൻ ദ ഖുർആൻ, ഖുർആനോടെ ഇംഗ്ലീഷിലും കന്നഡത്തിലും ബുക്ക് ಬಿಡುಗಡೆയായിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആൻ ആയിട്ടിക്കടെ ഞങ്ങളെ ഒന്നാമത്തെ പ്രമാണായിട്ടിക്കടെ ഞങ്ങൾ വിജയിക്കണായിട്ടിക്കടെ. അതുകൊണ്ട് ഖുർആൻ പഠിക്കണോ, ಅದಕ್ಕೆ പരീക്ഷ വെച്ചപ്പോ ആ പരീക്ഷയിൽ പോയിട്ട് ഞങ്ങൾ ഭാഗവഹിച്ചണം അല്ലേ. ഞങ്ങൾക്ക് അന്ന് ഗിഫ്റ്റ് കിട്ടി ചെന്നിട്ടുള്ള ആശ മാത്രല്ല, ഞങ്ങൾ വിജയിക്കുന്നതില് ഞങ്ങൾ ഖുർആൻ പഠിക്കണം. ಅದಕ್ಕೆ വേണ്ടത് ഖുർആൻ ഉണ്ട് ചെറിയൊരു ബലമില്ലാതെ അത് എല്ലാവരും എടുത്തു പോയിട്ട് അതിൽ പഠിക്കണു. പരീക്ഷ എല്ലാവരും വന്നിട്ട് അതിൽ കൂടണായിട്ടിക്കടെ. അതേപോലെ ഞങ്ങൾ വന്നു പോയിട്ടുള്ള ചെറിയത് വലുതായ എല്ലാ ദോഷത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കട്ടെ. അതേപോലെ ഞങ്ങൾ ഇന്ന് ഒരുപാട് ബാല്യക്കാരന്മാരുടെ ജയിലിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ എല്ലാ മുസ്ലിം ബാലക്കാരന്മാരെ നിരപരാധി ആയ ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര പെട്ടെന്നുള്ള പിടികൂടാൻ ഉണ്ടാവട്ടെ. അതേപോലെ ഞങ്ങൾ എന്നിട്ട് ഒരുപാട് ആൾമാർ മരിച്ചുപോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഖബർ അല്ലാഹു വിശാലമാക്കട്ടെ. ഞങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ هذا البلد آمنا مطمئنا وسائر بلاد المسلمين. اللهم انصر جيوش المسلمين. اللهم أصلح أحوال المسلمين في كل مكان. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم منزل الكتاب سريع الحساب. اللهم اهزم الأحزاب. اللهم اهزمهم وزلزلهم. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ولذكر الله أكبر والله يعلم ما تصنعون.